ചേട്ടാ ഗുഡ് മോർണിംഗ്. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ബേബി. ബേബി. എവിടെന്നാ സ്ഥലം? സ്ഥലം പെണ്ണാക്കനാട് വാര്യാനിക്കാട് എന്ന് പറയുന്നത്. പാലിയാനിക്കാട്. ചേട്ടൻ എവിടെ പോവാ? ഞാൻ തിരുവനന്തപുരത്ത് പോവാ. ചുമ്മാ പോകുന്നുള്ളോ? ചുമ്മാതല്ല, ഞങ്ങളൊരു പ്രതിഷേധമായിട്ട് പോകുന്നതല്ലേ. പ്രതിഷേധ യോഗത്തിന് പോവുകയാണ്. എന്തിനാണ് ചേട്ടൻ, എന്തിനാണ് പ്രതിഷേധം? എനിക്ക് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മുഖ്യമന്ത്രിയെ പിടിച്ചവിടെ ഇട്ടിട്ടില്ലേ, അതിന് പിന്നെ മോദി കൂടിയല്ലേ ഇത് ഇട്ടിരിക്കുന്നേ, അതിന് പ്രതികാരം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ട് പോവുക. മോദിക്ക് ഒരു ബന്ധമില്ല, ഇഡി സ്വന്തം ഇഷ്ടം പ്രകാരം അറസ്റ്റ് ചെയ്താന്നല്ലേ പറയുന്നത്? അങ്ങനെ പറഞ്ഞാലേ നോക്കുന്നേ ഒരാൾ. അത് അങ്ങനെ പറഞ്ഞാൽ ആരാ അംഗീകരിക്കുന്നേ? മോദി നല്ലതാണോ? അല്ല, ഇഡിയിലെ ഉദ്യോഗസ്ഥര് പോയിട്ട് അറസ്റ്റ് ചെയ്തു. അതിപ്പം പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ പറ്റുമോ അതിനകത്ത്? അതിന് കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ കുറ്റം പറയാൻ പറ്റിയല്ല. എന്നാലും അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരാളിനെ ഉപദ്രവിക്കുന്നത് അത് തെറ്റല്ലേ? ഇഡി ശരിക്കും പറഞ്ഞാൽ ആരുടെ കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്? ആരാണ് ഇഡിയെ നിയന്ത്രിക്കുന്നത്? അത് നിയന്ത്രിക്കുന്ന അവര് രണ്ടുപേരും ആയിട്ട് നിയന്ത്രിക്കണം. അല്ല എങ്ങനെ? ആര് രണ്ടുപേരും? മോദിയും അമിത്ഷായും ആണ് ഇഡിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നിർമ്മല സീതാരാമൻ അല്ലേ ഇഡിയുടെ മന്ത്രി? ധനകാര്യ മന്ത്രിയുടെ കീഴിലല്ലേ ഇഡി വരുന്നത്? അപ്പം നിർമ്മല സീതാരാമൻ ചുമ്മാ ഇരിക്കുന്നതാണോ അവിടെ? ചുമ്മാ ഇരിക്കണ്ട, പുള്ളിയുടെ കഴിവ് പോലെ പുള്ളി ചെയ്താട്ടെ. അപ്പം അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല. അഴിമതി കാണിച്ചാൽ അറസ്റ്റ് ചെയ്യണ്ടേ? അഴിമതി കാണിച്ചാലേ, അഴിമതി കാണിച്ചെങ്കിൽ ചെയ്താൽ മതി. അഴിമതി കാണിച്ചില്ലേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, അഴിമതി കാണിച്ചോ ഇല്ലയോ എന്ന് ഇനി അന്വേഷണം നടത്തിയാലല്ലേ തെളിവുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ അന്വേഷണം നടത്തണ്ടേ? അത് നടത്തണം. അപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പക്ഷെ ശരിയല്ല. ഓക്കെ, താങ്ക് യു.